നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ CSK ബാക്ക് ടു ബാക്ക് മാച്ചസ് വിജയിച്ചിരിക്കുകയാണ്. എത്ര കാലമായല്ലേ? 2024 ഏപ്രിലിന് ശേഷം ആദ്യമായിട്ട് CSK 2 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചിരിക്കുന്നു. CSK ഓൺ ട്രാക്ക് എന്നിപ്പോൾ ആരാധകർ വിശ്വസിക്കുന്നു. മത്സരത്തിൽ KKRനെ പരാജയപ്പെടുത്തിയത് 32 റൺസിനാണ്. അതും നല്ല ഡ്യൂ ഉള്ള, നല്ല ഹ്യൂമിഡായ, സ്വെറ്റിംഗ് ഉള്ളൊരു കണ്ടീഷനിൽ 200 താഴെ റൺസ് ബൗൾ ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീമിൽ ഇനി പ്രതീക്ഷ വെക്കാം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത CSK നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 192 റൺസ് അടിച്ചപ്പോൾ സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 48 റൺസ് അദ്ദേഹത്തിൻ്റെ വക. ഡെവൽഡ് ബ്രവിസ് പാർട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. 41 റൺസ്. ആയുഷ് മാത്രേ, പയ്യൻ്റെ പൊളിച്ചെടുക്കലിനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. ആ സമയം മറുഭാഗത്ത് ത്യാഗിയുടെ ബൗളിംഗ് എടുത്തു പറയണം. 35 റൺസിന് 2 വിക്കറ്റ്. നന്നായിട്ട് മനോഹരമായിട്ട് അവൻ പന്തെറിഞ്ഞിട്ടുണ്ട്. KKRൻ്റെ ഭാഗത്ത് 20 ഓവർ പൂർത്തിയാകുമ്പോൾ 7 വിക്കറ്റിന് 160 എത്താൻ അവർക്ക് പറ്റിയുള്ളൂ. അത് തന്നെ കളി ഏതാണ്ട് കൈവിട്ടു എന്ന ഘട്ടത്തിൽ രമൺദീപും പവലും അടിച്ച അടിയിലെ ഭാഗമാണ്. 35 റൺസ് രമൺദീപും 31 റൺസ് പവലും അടിച്ചു. മനോഹരമായിട്ട് പന്തെറിഞ്ഞു നൂർ അഹമ്മദും അതുപോലെ അഖിൽ ഹുസൈനും അൻഷുൽ കമ്പോജുമൊക്കെ. CSK 32 റൺസിന് വിജയിച്ചു കയറി. ഓരോ പ്രധാനപ്പെട്ട മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ റിവ്യൂ പറയാറുണ്ട്. റാഫ് ടോക്സിൻ്റെ ക്രിക്കറ്റ് റിവ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം അഭിപ്രായങ്ങളല്ല, പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ വിശകലനങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ചേർത്താണ് ഇത് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ചെന്നൈ സൂപ്പർ കിങ്സ് ഇതാ 4 പോയിൻ്റ് ഇപ്പോൾ നേടിയിരിക്കുകയാണ്. ഈ 4 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 4ാമതുള്ള SRHന് 5 കളി 4 പോയിൻ്റാണ്. 8ാമതുള്ള CSKക്ക് 5 കളി 4 പോയിൻ്റാണ്. 4 പോയിൻ്റ് അതത്ര ചെറിയ പോയിൻ്റ് അല്ല എന്നാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ പതിയെ പതിയെ CSK വെക്കുന്നു എന്നൊരു തോന്നൽ ഇവിടെ ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ല. നോക്കുക, ബൗൾ ചെയ്യേണ്ടി വരുന്നു. രണ്ടാമത് ബൗൾ ചെയ്യേണ്ടി വരുന്നു. ഡ്യൂ ഉണ്ട്. എന്നിട്ടും ഇത് വിജയിച്ചു എന്നുള്ളിടത്താണ് ഈ ഒരു പ്രാധാന്യം കെടുക്കുന്നത്, വിജയത്തിൻ്റെ പ്രാധാന്യം കെടുക്കുന്നത്. സാംസണും ഡെവൽഡ് ബ്രവിഷും ആയുഷ് മേത്രയും ചേർന്നുള്ള വെടിക്കെട്ട് ബാറ്റിങ്. ഈ സർഫേസിൽ 200 മുകളിലൊരു സ്കോർ വേണമെന്ന് ആദ്യം തങ്ങൾക്ക് തോന്നിയെന്നും പക്ഷേ ഒരു 7-8 ഓവർ കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ മാറി. പിച്ചിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ഒരു 180-190 റൺസ് വന്നാൽ പോലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ഋതുരാജ് ഗെയ്ക്വാദ് പറയുന്നിടത്തുണ്ട് ഈ പിച്ചിൻ്റെ സ്വഭാവം. അൻഷുൽ കമ്പോജും ഖലീൽ അഹമ്മദും ബിഗ് വിക്കറ്റുകൾ, അതായത് ഫിന്നലിൻ്റെയും സുനിൽ നരേൻ്റെയും ഒക്കെ വിക്കറ്റ് ഇൻസൈഡ് പവർ പ്ലേയിൽ തന്നെ എടുത്തെടുത്ത് KKRൻ്റെ ചേസിങ് അവിടെ അവസാനിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. സോ KKRനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 6 ഓവറുകളിൽ അവർ അടിച്ചത് 36 റൺസാണ്. CSK ആണെങ്കിൽ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും CSKയുടെ സ്പിന്നേഴ്സിൻ്റെ കാര്യം നോക്കണം. 2 പേര് അഖിൽ ഹുസൈനും നൂർ അഹമ്മദും ചേർന്നുകൊണ്ട് 8 ഓവറുകളിൽ 47 റൺസാണ് ആകെ വിട്ടുകൊടുത്തത്. 4 വിക്കറ്റുകൾ അവർ പിഴുതെടുക്കുകയും ചെയ്തു. അത് ഈ മത്സരത്തിൻ്റെ റിസൾട്ടിൽ വളരെ കാതലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും CSK മുന്നോട്ട് പോകുമ്പോൾ KKRനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പ്ലേ ഓഫ് എന്നുള്ളത് അകന്ന് പോകുന്ന ഒരു കാര്യമായിട്ട് തീരുകയാണോ? ഒരേ ഒരു പോയിൻ്റാണ്, ഒറ്റ വിജയവുമില്ല, ഒരേ ഒരു പോയിൻ്റ്. മഴ പെയ്ത് ഒലിച്ചുപോയി ഒരു കളി PB കേസുമായിട്ട് അങ്ങനെ ഒലിച്ചു വന്ന് കിട്ടിയ ഒരു പോയിൻ്റ് മാത്രമാണ് അവർക്കുള്ളത്. വരുൺ ചക്രവർത്തി കളിക്കളത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തി. പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് അദ്ദേഹം മുക്തനായിട്ട് മടങ്ങിയെത്തി. അദ്ദേഹം ഈ ഒരു കളിയിൽ 3 ഓവറിൽ 26 റൺസാണ് വിട്ടുകൊടുത്തത്. സ്ലൈറ്റ്ലി ബെറ്ററായിട്ട് പന്തെറിഞ്ഞു എന്നുള്ളത് മാത്രമാണ് അവർക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യം. നരേനെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാൻ വിട്ടു. പക്ഷേ അദ്ദേഹം ബാറ്റ് കൊണ്ട് അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും ബൗളിംഗ് മികച്ചതായിരുന്നു. 4 ഓവർ 21 റൺസിന് 1 വിക്കറ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇനി CSKയുടെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഋതു അവർക്ക് മികച്ചൊരു സ്റ്റാർട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് പോയത് നന്നായോ എന്ന് പോലും തോന്നുന്ന അവസ്ഥയാണ്. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നൊക്കെ പറയുന്ന പോലെ. കാരണം ആയുഷ് മാത്ര വന്നിട്ട് ഫീൽഡിംഗ് റെസ്ട്രിക്ഷനുള്ള പവർ പ്ലേകളിൽ
പവർ പ്ലേ ഓവറിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സാംസണും മാത്രയും ചേർന്നുകൊണ്ട് ഫീൽഡ് റെസ്ട്രിക്ഷൻ ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തി രണ്ടുപേരും വൈഭവ് അറോറയ്ക്കെതിരെ ഹാട്രിക് ഫോറുകൾ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാത്രമേ കാമറൺ ഗ്രീനെതിരെ സക്സസീവ് സിക്സറുകൾ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കാമറൺ ഗ്രീൻ്റെ കാര്യവും എടുത്തു പറയണം. അദ്ദേഹം ബൗളിംഗ് ഓപ്പൺ ചെയ്തിരുന്നു, പക്ഷേ ചില മൂവ്മെൻറ്റുകൾ അദ്ദേഹത്തിന് ബോളിന് ലഭിച്ചിരുന്നു. അത് ക്യാപിറ്റലൈസ് ചെയ്യാനോ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാനോ അദ്ദേഹത്തിന് കഴിയാതെ പോയിടത്ത് KKRൻ്റെ പ്ലാനുകൾ പാളുകയായിരുന്നു. അറോറ പിന്നെ ബൗൺസറുമായിട്ട് വന്നു മാത്രക്ക് നേരെ. ദെൻ ആ ഒരു അവസാനത്തിൽ പവർ പ്ലേയുടെ അവസാനത്തിൽ മാത്ര പുറത്താവുന്ന അവസ്ഥയുണ്ടായി. 17 പന്തിൽ 6 ഫോറും 2 സിക്സും അടക്കം 38 റൺസ് അവൻ അപ്പോഴേക്കും അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോഴേക്കും അവർ പവർ പ്ലേയിൽ 72 റൺസ് കുറിച്ച് കഴിഞ്ഞിരുന്നു. CSKയുടെ പവർ പ്ലേയിൽ 72, അതിന് മറുപടി KKRൻ്റെ പവർ പ്ലേയിൽ 36 റൺസ്. സോ കളിയിൽ ഡിസിസീവായിട്ട് മാറിയിട്ടുള്ള ഘട്ടങ്ങളാണത്. CSKയുടെ മിഡിൽ ഓവർ ശരിക്കും പറഞ്ഞാൽ സ്ലോ ഡൗൺ സംഭവിച്ചു. അത് ഋതു പറയുന്നുണ്ട്, ഒരു 7-8 ഓവർ ആകുമ്പോഴേക്കും പിച്ചിൻ്റെ ഒരവസ്ഥയിൽ ഒരു സ്ലോ ഡൗൺ ആവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നുള്ളത്. നരൈന് മിഡിൽ ഓവറുകളിൽ ആ സ്ലോ ഡൗണിന് കാരണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാംസൺ ശരിക്കും പറഞ്ഞാൽ നരൈൻ്റെ ഓവറുകൾ അങ്ങ് കടന്നു പോവുക, വലിയ റിസ്ക് എടുക്കണ്ട എന്ന് തീരുമാനിച്ച പോലുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. വരുൺ ചക്രവർത്തിയും മോശമല്ലാത്ത രൂപത്തിൽ തന്നെ ആണ് ബൗളിംഗ് ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ 2 ഓവറുകളിൽ ഒരു ബൗണ്ടറി മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. പക്ഷേ കാർത്തിക് ത്യാഗിയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് പാക്കേജ് എന്ന് പറയുന്നത്. ഹൈ പേസിൽ അദ്ദേഹം പന്തെറിഞ്ഞു. ഏതായാലും അതിൽ സഞ്ജു സാംസണിനെ അദ്ദേഹം ബൗൾഡാക്കി വിട്ടു. 32 പന്തുകളിൽ നിന്ന് 4 ഫോറും 3 സിക്സും അടക്കം 48 റൺസാണ് സഞ്ജു സാംസൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നോക്കുക, സഞ്ജു 50യുടെ തൊട്ടരികിൽ വെച്ചിട്ടാണ് ഈ പുറത്തുപോക്ക്. സഞ്ജുവിനെ പറഞ്ഞയച്ചത് മാത്രമല്ല, കാർത്തിക് ത്യാഗിയുടെ ഇത്തരത്തിലുള്ള ബൗളിംഗ് വന്നപ്പോൾ മറ്റൊരു ഇമ്പാക്റ്റ് കൂടി അവിടെ ഉണ്ടായിരുന്നു. ശിവൻ ദ്യൂബയുടെ എൻട്രി അദ്ദേഹം വൈകിപ്പിച്ചു. കാരണം ഒരു പേസ് ബൗളർക്കെതിരെ അദ്ദേഹത്തെ കളിപ്പിക്കണ്ട എന്ന് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വൈകിപ്പിച്ചു. ഒടുവിൽ അതും യഥാർത്ഥത്തിൽ KKR CSKയുടെ റണ്ണ് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറി. ഏതായാലും ബ്രവിസ് പിന്നീട് റൺസ് അടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. എല്ലാ തരത്തിലുള്ള സ്ട്രഗ്ലിങ് അഫ്ലുവൻസിൽ ഉണ്ടായെങ്കിലും ബ്രവിസ് പിന്നീട് 16th ഓവർ മുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ബ്രവിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുറത്താകുന്നത് പിന്നീട് 18th ഓവറിലാണ്. ബ്രവിസ് 29 പന്തിൽ 4 ഫോറും 2 സിക്സും അടക്കം 141.38 സ്ട്രൈക്ക് റേറ്റിൽ 41 റൺസാണ് അടിച്ചത്. ഒടുവിൽ ഡ്യൂബെ 12 പന്തിൽ നിന്ന് 13, ജെമി ഒവേർട്ടൺ 6 പന്തിൽ നിന്ന് 7. അങ്ങനെ ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഫിനിഷിംഗ് അല്ല സംഭവിച്ചത്. കാരണം ഒരു 200 അതിന് മുകളിലേക്കൊക്കെ പോകാമായിരുന്നു. പക്ഷേ ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ 180 190 മതി എന്നുള്ളതാണ് തങ്ങൾ അനലൈസ് ചെയ്തത്. കളി ഒരു പകുതിയാകുമ്പോൾ, തങ്ങളുടെ ഇന്നിങ്സ് ഒരു പകുതിയാകുമ്പോൾ എന്ന് പിന്നീട് ഋതു കൃത്യമായിട്ട് പറയുന്നത്. അത് കൃത്യമായ നിരീക്ഷണമായിരുന്നു. കാരണം പിച്ചിൻ്റെ സ്വഭാവം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പിച്ച് ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്പിന്നേഴ്സിന് കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഡ്യൂ, അതുപോലെ സ്വെറ്റിങ്, നന്നായിട്ട് കൈ വിയർക്കുന്നൊരവസ്ഥ. അപ്പോൾ അതിൽ ഫിംഗേഴ്സ് എങ്ങനെ ഡ്രൈ ആയിട്ട് നിലനിർത്താൻ പറ്റുമെന്നുള്ളത് മാത്രമായിരുന്നു ചോദ്യം. ചുരുക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ അനുകൂലമായിട്ട് CSKക്ക് സംഭവിക്കണമെങ്കിൽ നല്ല രൂപത്തിൽ അവർ എഫേർട്ട് എടുക്കണമായിരുന്നു. അതവർ ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഇന്നിങ്സിൽ സംഭവിക്കുന്നത്. കമ്പോജും ഖലീലും ചേർന്നുകൊണ്ട് KKRന് പണി കൊടുക്കുന്നൊരു കാഴ്ച. ഫിനാലൻ അദ്ദേഹം വേൾഡ് കപ്പിലെ ഫോം ഒരു തരത്തിലും ഈ IPLലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കമ്പോജിൻ്റെ പന്തിൽ ശിവൻ ഡ്യൂബെ പിടിച്ച് മടങ്ങുമ്പോൾ 3 പന്തിൽ നിന്ന് 1 റൺസായിരുന്നു. നരേൻ അവർ ഓപ്പണിങ്ങിൽ ഇറക്കിയത് വലിയ വെടിക്കെട്ട് തുടക്കം കൊടുക്കാനാണ്. 2 ഫോറും 2 സിക്സും ഒക്കെ അടിച്ചു. പക്ഷേ ഖലീൽ അഹമ്മദിൻ്റെ പന്തിൽ ഗുർജപ്നീത് സിംഗ് പിടിച്ച് അദ്ദേഹവും പുറത്താകുന്ന ഒരു കാഴ്ച കണ്ടു. അതോടുകൂടി 5ാമത്തെ ഓവർ തുടങ്ങുമ്പോൾ 29-2 എന്ന നിലയിലേക്ക് KKR വീണ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു തിരിച്ചുവരവ് അവർക്കുണ്ടായില്ല. അതിൻ്റെ ഒരു കാരണം അഖിൽ ഹുസൈന് വളരെ മനോഹരമായിട്ട് പന്തെറിഞ്ഞു എന്നുള്ളതാണ്. അങ്കരീഷ് രഘുവൻഷി, അജിങ്ക്യ രഹാനെ തീർച്ചയായിട്ടും T20 ക്രിക്കറ്റിൻ്റെ ഒരു ഡൈനാമിക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ആ ഡ്യോക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ മികച്ച രൂപത്തിൽ അഖിൽ ഹുസൈൻ പന്തെറിയുക കൂടി ചെയ്തപ്പോൾ കാര്യങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടായി. ശരിക്കും പറഞ്ഞാൽ 2 ക്യാച്ചസ് ഹുസൈൻ്റെ ബോളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫൈനലി രഘുവൻഷി 19 പന്തിൽ നിന്ന് 27 റൺസ് അടിച്ച് മടങ്ങിപ്പോയി. അതാണ് അദ്ദേഹത്തിന് കിട്ടിയ വിക്കറ്റ്. അഖിൽ ഹുസൈൻ എടുത്ത ഒരു വിക്കറ്റ് അതായിരുന്നു. മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം പന്തെറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം.
പിന്നെ നൂർ അഹമ്മദ്, ബാക്കി കാര്യങ്ങൾ നൂർ അഹമ്മദ് KKRനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്ന ബൗളിംഗാണ് അദ്ദേഹം നടത്തിയത്. രഹാനെ ഇവഞ്ച്വലി നൂർ അഹമ്മദിൻ്റെ റോങ് ഓണിൽ വീണു പോകുന്നു. രഹാനെ 22 പന്തിൽ നിന്ന് 28 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? രഹാനെ പോകുന്നു, ക്യാമറൻ ഗ്രീന് ഗോൾഡൻ ഡക്കായിട്ട് പോകുന്നു. നൂർ അഹമ്മദിൻ്റെ ഒരു കിടിലൻ പന്തിൽ സ്റ്റമ്പിളകി പോകുന്നു. എങ്ങനെയാണ് ആ ബോൾ വന്നതെന്ന് ഒരു കൃത്യമായ ക്ലൂ പോലും ക്യാമറൻ ഗ്രീൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും അൺപ്ലേയബിൾ ഡെലിവറിയാണ് നൂർ അഹമ്മദ് അവിടെ എറിഞ്ഞത്. അവസാനം റോമൻ പവൽ ഒരു ശ്രമം നടത്തി. റോമൻ പവലും അതുപോലെ അവസാന ഘട്ടത്തിലുള്ള ചില ശ്രമങ്ങൾ. റോമൻ പവലും 22 പന്തിൽ നിന്ന് 31 റൺസ് അടിച്ചു. രമൺദീപ് സിംഗ് 23 പന്തിൽ നിന്ന് 35 റൺസ്. അതാണ് ടീം ഒരല്പമെങ്കിലും മാന്യമായിട്ടുള്ളൊരു സ്കോറിലേക്ക് എത്തും എന്ന് ഉറപ്പിച്ചത് അവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ്. റിങ്കു സിംഗ് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു. നൂർ അഹമ്മദിൻ്റെ പന്തിലായിരുന്നു ആ വിക്കറ്റ്. 12 പന്തിൽ 6 റൺസാണ് റിങ്കു എടുത്തിട്ടുണ്ടായിരുന്നത്. നോക്കണം, ചുരുക്കി പറഞ്ഞാൽ KKRനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് മികച്ച ബാറ്റിംഗ് നിരയൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു അവരുടെ ബാറ്റിംഗ് നിര. അതോടൊപ്പം തന്നെ ബൗളിംഗ് കുറച്ചുകൂടി മെച്ചപ്പെട്ടോ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഈ പിച്ചിൻ്റെ സ്വഭാവം മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. എന്നിട്ടും അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്തിട്ടും ഡ്യൂങ്ക മറ്റു കാര്യങ്ങളും സഹായകരമായിരുന്നിട്ടും KKRന് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ മുന്നിൽ കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അതേസമയം CSKക്ക് പ്ലൻറ്റി ഓഫ് തിങ്സ് ഉണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ. നൂർ അഹമ്മദ് ഫോമിലേക്ക് മടങ്ങിയെത്തുന്നു. കൃത്യമായി അദ്ദേഹം പന്തെറിയുന്നു. അത് എതിരാളികൾക്ക് പ്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നു. അദ്ദേഹം തൻ്റെ മാജിക്ക് തിരികെ പിടിക്കുന്നു. അതുപോലെ തന്നെ അഖിൽ ഹുസൈൻ, ഇവർ രണ്ടുപേരും ചേർന്നുള്ള കോംബോ 8 ഓവറിൽ പിഴുതെടുത്ത വിക്കറ്റുകൾ നോക്കണം. 4 വിക്കറ്റുകളാണ് അവർ പിഴുതെടുത്തത്. ആകെ അവർ വിട്ടുകൊടുത്തത് 47 റൺസ് മാത്രമായിരുന്നു. അവിടെയാണ് കാര്യം അവർക്ക് അനുകൂലമാകുന്നത്. അൻഷുൽ കമ്പോജും അവസരത്തിന് ഒത്തുയർന്ന് പന്തെറിയുന്നു എന്നുള്ളതാണ്. ജെയ്മി ഒവേർട്ടനെ അവസാനത്തിൽ, അതായത് ഒരു 12 ഓവറിനൊക്കെ ശേഷം ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രത്തിലേക്ക് അവർ പോകുന്നുവോ എന്നൊരു സൂചന ഇന്നലത്തെ കളിയിൽ ലഭിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ അവരുടെ ബൗളിങ്ങിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്താണ് ഇപ്പോൾ CSK മുന്നോട്ട് പോകുന്നത്. കാര്യങ്ങൾ CSK ട്രാക്കിലാക്കുന്നു എന്നുള്ള തോന്നലുണ്ടാക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.